വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബോയ്ക്കും ആരോയ്ക്കും വലിയൊരു ബോക്സ് കൊറിയർ വന്നിട്ടുണ്ട്. ഇത് വന്നപ്പോൾ തൊട്ട് ആരോ ഇതിൻ്റെ പുറകെയാണ്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് പുറത്ത് എന്തോ ഒരു സൗണ്ട് കേട്ടു. അപ്പം അതെന്താന്ന് നോക്കാൻ വേണ്ടി ഓടിപ്പോയതാണ് ഭാഗ്യത്തിന് എൻ്റെ ട്രൈപോഡ് തട്ടിയില്ല. ബോബോ ഇവിടെ വന്നേ, കമ്മിയാ ബോ. സൗണ്ട് കേട്ട് പുറത്തേക്ക് ഓടിപ്പോയതായിരുന്നു ഞാൻ വ്ളോഗ് എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുക കേട്ടാ. നമുക്ക് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സും സപ്ലിമെന്റ്സ് എന്തൊക്കെയാന്നൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ അവർക്ക്. പോണു വീണ്ടും. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ വീഡിയോയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ എന്നെ ഇങ്ങനെ കാണും. അപ്പം നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തോട്ടെ ആരോ. അൺബോക്സ് ചെയ്യാനാണ് ആരോ ബേബി പറയുന്നത്. വാ ഇവിടെ വന്നിരുന്നോ. ഹാപ്പി പപ്പി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നാണ് ബോ ആൻഡ് ആരോയ്ക്ക് ഈ ഒരു കൊറിയർ വന്നത്. ഹാപ്പി പപ്പി എന്നുള്ളൊരു ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷമായിട്ട് ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് പിള്ളേർക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ആരോ മാറിക്കേടാ. കഴിഞ്ഞ 3 വർഷം മമ്മ പറയട്ടെ. വെയിറ്റ് ആരോയ്ക്ക് ഇത് പെട്ടെന്ന് തന്നെ തുറന്നൊന്ന് കാണണം. അതിന്റെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റിയാണ് അവര്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഈ ഒരു ബ്രാൻഡിന്റെ പ്രോഡക്ട്സ് ആണ് ബോയ്ക്കും ആരോയ്ക്കും യൂസ് ചെയ്യുന്നത്. മെയിനായിട്ട് അവരുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഞാൻ ഈ ഒരു ബ്രാൻഡിൽ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. നീ ഇങ്ങനെ തിരിഞ്ഞു നിന്നാൽ ഇതെങ്ങനെ അൺബോക്സ് ചെയ്യും? ക്യാമറയ്ക്ക് ഫേസ് ചെയ്ത് നിൽക്ക്. ബോയ്ക്ക് എന്ത് ക്യാമറ, ഇങ്ങോട്ട് തിരികെ നിൽക്ക്. ഞാനിതൊന്ന് കാണിച്ചോട്ടെ, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യല്ലേ. സോ ആദ്യത്തെ പ്രോഡക്റ്റ് തന്നെ ഹാപ്പി പപ്പിയുടെ 2 ബണ്ടാനാസ് ആണ്. ഭയങ്കര നല്ല വൈബ്രന്റ് കളറായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബണ്ടാനാസ് ആണ്. ഇവരുടെ മുന്നിൽ നിന്ന് ഒരു സാധനം ഒന്നും അൺബോക്സ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇവരത് എടുത്തുകൊണ്ട് പോകും. നല്ല ക്യൂട്ടായിട്ടുള്ള ബണ്ടാനാസ് ആണ്. നമുക്ക് രണ്ടുപേർക്കും കെട്ടിക്കൊടുക്കാം. ബോയ്ക്ക് കെട്ടിത്തരട്ടെ. ക്യൂട്ടാണല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അടുത്ത പ്രോഡക്റ്റ് എന്താണെന്ന് കാണിക്കട്ടെ. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ക്ലെൻസിങ് മിസ്റ്റ് ആണ്. കുളിയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് അവരുടെ ദേഹത്ത് സ്പ്രേ ചെയ്യാനുള്ളതാണ് ഈ ക്ലെൻസിങ് മിസ്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇവരുടെ ഷാംപൂ ആണ്. ഞാൻ എപ്പോഴും ബോയ്ക്ക് ഇവരുടെ പ്രോഡക്റ്റിൻ്റെ ഈ ഷാംപൂ ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ആരോ ബേബിക്ക് ഞാൻ ഈ ഷാംപൂ മാത്രമല്ല വേറൊരു ഷാംപൂവും കൂടെ യൂസ് ചെയ്യും. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷാംപൂ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ആരോ ബേബി ഒരു അലർജിക് ഡോഗ് ആയതുകൊണ്ട് അവന് ഞാൻ വേറൊരു ഷാംപൂവും പിന്നെ അതേപോലെ ഈ ഷാംപൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഗ്രൂമിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ഒബ്വിയസ്ലി അവരുടെ കയ്യിലുള്ള ഷാംപൂ ആയിരിക്കും യൂസ് ചെയ്യുക. ഇത് ലാവൻഡർ പ്ലസ് റോസ്മേരി ആണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത്. നല്ല ഷാംപൂ ആണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവരുടെ ബോഡി ഭയങ്കര മോയ്സ്ചറൈസ് ആക്കി വെക്കും. പിന്നെ അതേപോലെ ഇവർക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും. പിന്നെ ഒത്തിരി സ്കിന്ന് ഡ്രൈ ആവുമൊന്നുമില്ല. ഇവരുടെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൂടുതലും ഓർഗാനിക്കും പിന്നെ അതേപോലെ ഹെർബൽ ആയിട്ടുള്ള പ്രോഡക്ട്സും ആണ്. നെക്സ്റ്റ് 2 ബ്രഷ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, ഇതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രഷാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു നമുക്ക് ഹ്യൂമൻസിനും ബ്രഷ് ചെയ്യാന്നുള്ളത്. നാച്ചുറൽ ടൂത്ത് പൗഡറാണ്. അയ്യോ, ഇതിപ്പം നിങ്ങൾക്ക് പല്ല് തേക്കാനുള്ളതല്ല, മാറി നിന്നേ. ഞാനിതൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. രണ്ടുപേർക്കും ബ്രഷ് ചെയ്യാന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വായ്ക്കകത്ത് ആവുന്ന സമയത്ത് അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ആരോയ്ക്ക് ബ്രഷ് ചെയ്യാൻ കുറച്ചുകൂടി ഇഷ്ടമുണ്ട്. കാരണം ഇതുപോലെ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ടൂത്ത് പൗഡറൊക്കെ വായ്ക്കകത്താകുമ്പോൾ അത് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്. ബോയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. വൺസ് ഇൻ എ വീക്കോ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ വീക്കോ ആണ് നമ്മൾ ഇവരെ ബ്രഷ് ചെയ്യിക്കാറ്. ഡെയിലി ചെയ്യിപ്പിക്കാറില്ല. എന്താണ് ഇത്, വേണോ കളിക്കാൻ? എടുത്തുകൊണ്ട് പോക്കോ. പോട്ടെ. ആ ബ്രഷിൻ്റെ കവറും എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ആരോ ബേബി കളിക്കാൻ വേണ്ടിയിട്ട്. അവൻ എന്തെങ്കിലും സാധനം ഇതുപോലെ കളിക്കാനൊക്കെ വേണം, അതും കൊണ്ട് പോയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ പൊടി കുറച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് കോക്കനട്ട് ഓയിലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഈ ബ്രഷിൻ്റെ മുകളിൽ ആക്കിയിട്ട് നല്ലതുപോലെ ഇവരുടെ പല്ല് തേപ്പിക്കുക. ഇവർക്ക് എന്തെങ്കിലും സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതേപോലെ പല്ലിന് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റാണ്. ഡോക്ടർ സജസ്റ്റ് ചെയ്തെന്നൊരു ടൂത്ത് പൗഡറാണ് ഞാൻ ബോയ്ക്ക് ആരോഗ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ അടുത്ത വ്ളോഗിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നാളെ തൊട്ടിട്ട് രണ്ടുപേരെയും ഒന്ന് പല്ല് തേപ്പിക്കണം. നെക്സ്റ്റ് വരുന്നത് ഹീലിംഗ് ബാം ആണ്. ഹീലിംഗ് ബാം ശരിക്കും ഇവരുടെ വളരെ അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ ഈ ഹീലിംഗ് ബാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ശരിക്കും ഹീലിംഗ് ബാം അല്ല, ഇത് ശരിക്കും ഒരു മാജിക്കൽ ബാം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഹെമ്പും നീമും ആണ്.
ഈ പ്രോഡക്റ്റ് നമുക്കിപ്പം പിള്ളേർ പ്രത്യേകിച്ച് നമുക്ക് വലിയ ബ്രീഡ്സ് ഒക്കെ ആണെങ്കിൽ അവർ കുറേ സമയം ഓടുമ്പോഴും കളിക്കുമ്പോഴൊക്കെ അവരുടെ പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. കാലിന് എന്തെങ്കിലും ചെറിയ മുറിവ് വരാനോ, പിന്നെ അതേപോലെ അവരെന്തെങ്കിലും ഹാർഡായിട്ടുള്ള സാധനങ്ങൾ കടിക്കുമ്പോൾ അവരുടെ വായുടെ അവിടെ എന്തെങ്കിലും മുറിവ് വരാനോ ഒക്കെ ചാൻസസ് കൂടുതലാണ്. അപ്പം മെയിനായിട്ട് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഹീലിംഗ് ബാം എന്ന് പേര് വന്നത് തന്നെ. ഒരു തവണ വയനാട്ടിൽ ബോയും ആരോ ഒക്കെ ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവരെ ഓഫ് ലീഷ് ഇട്ട സമയത്ത് ബോ കുറേ ഓടിയിട്ട് ഒരു കല്ലിനിടിച്ചിട്ട് അവൻ്റെ കാല് നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ ഈ പ്രോഡക്റ്റ് അവന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ശരിക്കും ഒരു 24 hours കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മുറിവ് നന്നായിട്ട് ഉണങ്ങി. ഈ ഒരു പ്രോഡക്റ്റ് എപ്പോഴും അവരുടെ ബാഗിൽ ഞാൻ എടുത്തു വെക്കും. കാരണം പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും മുറിവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇത് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. 650 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മുടെ ലിപ് ബാം പോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എല്ലാം വരുന്നത്. ശരിക്കും അടിപൊളി പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. നിങ്ങളൊരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ എന്തായാലും വാങ്ങേണ്ട ഒരു പ്രോഡക്റ്റാണ്. പോബാമാണ് ഇത്. ആക്ച്വലി നമ്മുടെ ഡോഗ്സിൻ്റെ പോസ് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഡോഗ്സിൻ്റെ പോസൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെയൊക്കെ സ്മെല്ല് കിട്ടിയിട്ടാണ് ആരോ ബേബി ഇപ്പോൾ വരുന്നത്. അവിടെ നിൽക്ക്. ആരോ ബേബിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇത് അവൻ്റെ പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവനിരുന്ന് ഇങ്ങനെ ലിക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അവർ ലിക്ക് ചെയ്താലൊന്നും അവർക്ക് പ്രശ്നമോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഷിയ ബട്ടറും കോക്കനട്ട് ഓയിലും ആണ്. നല്ല മണം. നമുക്ക് ആരൊക്കെ ഇതിപ്പോഴേ നക്കി കഴിക്കണം എന്നുണ്ട്. പോടാ. ഇത് കാലിൽ അപ്ലൈ ചെയ്യുന്നതാണ്, നിന്റെ പോലെ അപ്ലൈ ചെയ്യുന്നതാണ്, അല്ലാണ്ട് തിന്നാനുള്ളതല്ല. ആരോ ബേബിക്ക് നല്ല മണമുള്ള എന്ത് സാധനം കിട്ടിയാലും അപ്പോൾ കുറച്ചൊന്നും എടുത്ത് നക്കണം. അതാണ് ആരോൻ്റെ ഒരു സ്വഭാവം. അടുത്തത് എന്താ നമുക്ക് നോക്കണ്ടേ ആരുട്ടാ? ഹാപ്പി ബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ ടമ്മി കെയർ പ്രോഡക്റ്റ് ആണ്. ഇതൊരു ബെല്ലി സപ്ലിമെൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഇവരുടെ ഡൈജഷന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് പംകിനും പപ്പായയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോഗ്സിന് പംകിനും പപ്പായയും കൊടുക്കുന്നത് അവരുടെ ഡൈജഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്, ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡാണ് ഈ പംകിനാണെങ്കിലും പപ്പായ ആണെങ്കിലും ഒക്കെ. അപ്പം ഇത് ഇപ്പം ചില സമയത്ത് ഇവർക്ക് ഇപ്പം എന്തെങ്കിലും ഡയറിയ പ്രശ്നമോ അല്ലെങ്കിൽ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇവർക്ക് പോട്ടിയൊന്നും ഇടാൻ പറ്റാത്തൊരു പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട്, വയറ് റിലേറ്റഡ് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഡെയിലി അവർ ഫുഡ് കഴിക്കുമ്പോഴും നമുക്കതിൽ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ഹാപ്പി ബെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സപ്ലിമെൻറ്റ് അവരുടെ ഫുഡിൽ നമുക്ക് ഡെയിലി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വരുന്ന പ്രോഡക്റ്റ് ഹെംപ് ഓയിലാണ്. ഞാനൊരു 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഹെംപ് ഓയിൽ. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ബോൻ്റെ ഈ ഒരു സ്കിൻ ഗ്ലോയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, അത് ഹെംപ് ഓയിലാണ്. വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് ഇത്. ഞാൻ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒന്നും പറയുന്നില്ല, എൻ്റെ ജെനുവിൻ എക്സ്പീരിയൻസ് ആണ്. ഡോഗ്സിൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് വേറെ ഇല്ലയെന്ന് തന്നെ പറയാം. കാരണം അത്രയും അവരുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിനും പിന്നെ അതേപോലെ അവർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുണ്ടാവുന്ന പല ഇഷ്യൂസിനും ഉള്ളൊരു ബിഗ് സൊല്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ഹെംപ് സീഡ് ഓയിൽ. ഡെയിലി ഞാൻ അവർക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ അവരുടെ സ്കിന്നിനൊക്കെ അത്യാവശ്യം നല്ലൊരു ഗ്ലോയും പിന്നെ അതേപോലെ എന്തെങ്കിലും ഡാൻഡ്രഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്. ബോബുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ള മസാജ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ആ ഒരു സ്കിൻ ഗ്ലോയുടെ രഹസ്യം എന്ന് പറയുന്നത് തന്നെ ഹെംപ് സീഡ് ഓയിലാണ്. ഇത് വൺസ് ഇൻ എ വീക്കോ അല്ലെ ട്വൈസ് ഇൻ എ വീക്കോ നമുക്ക് അവരുടെ ഫുഡിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് നല്ല ഡൈജഷനും പിന്നെ അതേപോലെ നല്ല ഉറക്കമൊക്കെ കിട്ടും. എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. നിങ്ങൾ ഒരു പെറ്റ് പാരൻ്റ് ആണെങ്കിൽ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നിങ്ങളുടെ പെറ്റിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതും കുറച്ച് എക്സ്പെൻസീവ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 600 റുപ്പീസാണ്. പക്ഷെ 600 റുപ്പീസ് ആണെങ്കിലും ഭയങ്കര വർത്ത് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇത് വരുന്നത് ഗോട്ട് മിൽക്ക് പൗഡറാണ്. അതായത് നമ്മുടെ ആട്ടുംപാലിൻ്റെ പൗഡറാണ്. ഇത് ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ ഫുഡിൽ കൊടുക്കല്ലേ വേണ്ടത്. ഇപ്പോൾ 10 kg ബോഡി വെയ്റ്റ് വരുന്ന ഒരു പെറ്റിന് നമ്മൾ 30 ml എടുത്തിട്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഡയറക്റ്റായിട്ട് ഫുഡിൽ ഈ പൊടി കൊടുക്കല്ലേ വേണ്ടേ. കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ബോയ്ക്ക് ഞാൻ പാല് കൊടുക്കുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഡോഗ്സിന് പാല് കൊടുക്കാൻ പാടുണ്ടോ, പാല് കൊടുക്കുന്നത് അലർജി അല്ലേ എന്നുള്ളത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഡോഗ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫുഡും അവരുടെ ഡയറ്റും വരുന്നത്. ഇപ്പം ആരോ ഒരു അലർജിക് ഡോഗ് ആയതുകൊണ്ട് തന്നെ അവന് എല്ലാ കൈൻഡ് ഓഫ് ഫുഡൊന്നും പറ്റത്തില്ല. പക്ഷെ ബോയ്ക്ക് പാല് കൊടുക്കുന്ന സമയത്ത് അവൻ അങ്ങനെ അലർജി പ്രശ്നമോ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഡൈജഷന് പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ പാല് ഡയറക്റ്റായിട്ട് കൊടുക്കുകയല്ല ചെയ്യാറ്, കുറച്ച് പാലിലേക്ക് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് അവന് കൊടുക്കുന്നത്. ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വരുന്നത് പ്രോട്ടീൻ പ്ലസ് ഫൈബർ കണ്ടെയ്ൻ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. ഇതും 10 kg പ്ലസ് വെയിറ്റ് ആയിട്ടുള്ള ഡോഗ്സിന് ഒരു 1 ടീസ്പൂൺ വെച്ചിട്ട് അവരുടെ ഫുഡിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് കുറച്ചുകൂടിയും അവർക്കിപ്പം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ അതേപോലെ മസിൽ പവർ കുറച്ചുകൂടിയും സ്ട്രോങ് ആവാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത് കൂടുതലും ബോബൂനായിരിക്കും എഫക്റ്റ് ആവുക. കാരണം ബോബൂനാണല്ലോ കുറച്ചുകൂടി എന്താ പറയുക മസിൽ പവറും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണ്ടത്. ഹെമ്പാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നെക്സ്റ്റ് വരുന്ന സപ്ലിമെൻറ്റ് ബീ പോളൻ ആണ്. ഇത് ശരിക്കും ആരോ ബേബിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സപ്ലിമെൻ്റ് ആണ്. കാരണം ആരോ ഒരു അലർജിക് ഡോഗാണ്. അവനിപ്പോൾ പുറത്തു പോകുമ്പം ചെടിയെല്ലാം അവൻ്റെ ദേഹത്തൊക്കെ തട്ടുമ്പോഴൊക്കെ അവന് ഭയങ്കര റാഷസും ഇച്ചിങ്ങും പ്രശ്നങ്ങളൊക്കെ വരുന്നതാണ്. സോ അങ്ങനത്തെ ഡോഗ്സിന്, അതായത് അലർജിക് ആയിട്ട് പാരോ ബേബീനെ പോലെ അലർജിക് ആയിട്ടുള്ള ഡോഗ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സപ്ലിമെൻ്റ് ആണ് ഈ ബീ പോളൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് 10 kg ബോഡി വെയ്റ്റിന് 1/2 ടീസ്പൂൺ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഡയറക്ഷൻസും പിന്നെ അതേപോലെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും എല്ലാം ഇതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇവർ കറക്റ്റായിട്ട് ഇവിടെ ഗൈഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ പെറ്റ്സിന് കൊടുത്താൽ മതി. അപ്പോൾ ഡെയിലി ഇവരുടെ ഫുഡിൽ നമ്മൾ ഈ ഒരു സപ്ലിമെൻ്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇവരുടെ അലർജിക് പ്രശ്നങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ പുതിയ പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഇടുന്നതായിരിക്കും. കാരണം ആരോ ബേബി ഒരു അലർജിക് ഡോഗ് ആണല്ലോ, അപ്പോൾ എന്തായാലും അവന് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യേണ്ട വേണം. നെക്സ്റ്റ് വരുന്നത് ഒരു ലിവർ സപ്ലിമെൻ്റ് ആണ്. ഡോഗ്സിന് എപ്പോഴും അവരുടെ ഫുഡിൻ്റെ കൂടെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് അവരുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ അതേപോലെ അവർക്ക് എന്തെങ്കിലും ഡൈജഷൻ പ്രശ്നം ഉണ്ടെങ്കിലും പിന്നെ അതേപോലെ അവരുടെ മസിൽ പവറൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുൾ ചെയ്യുന്നതായിരിക്കും. നോർമലി നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ എപ്പോഴും സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു 2 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അവരുടെ ഫുഡിൻ്റെ കൂടെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആഡ് ചെയ്യണം. ഇതെല്ലാം ഓർഗാനിക് സപ്ലിമെൻറ്റ്സ് ആണ്. ലാസ്റ്റ് വരുന്ന പ്രോഡക്റ്റ് എവിടെയിരുന്നു ഇത്രയും നേരം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത്? മച്ചാൻ അപ്പുറത്തെങ്ങാണ്ടോ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് ഇപ്പോഴാണ് വന്നത്. മാർക്കേ, ഞാൻ ഇതും കൂടെ കാണിച്ചു കൊടുക്കട്ടെ. ലാസ്റ്റ് പ്രോഡക്റ്റ് ഇത് ഈ ടിക് ബോംബാണ്. ടിക് ബോംബ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഡോഗ്സിന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ടിക്സും ഫ്ലീസും ഒക്കെ. കാരണം അവർ പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ അവർ വേറെ ഡോഗ്സിനെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. സോ അത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഡക്റ്റാണ് ടിക് ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവരിപ്പം നമ്മൾ പുറത്ത് വാക്കിനെല്ലാം കൊണ്ടുപോകുന്നതിൻ്റെ മുന്നേ ആണ് നമ്മളിത് സ്പ്രേ ചെയ്യേണ്ടത്. പിന്നെ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവരുടെ ഫേസിലോ അതേപോലെ ഇവരുടെ ഈ കണ്ണിൻ്റെ ഈ ഏരിയയിലൊന്നും ആവാതെ ജസ്റ്റ് എന്താ പറയുക ഇത്ര ഒരു ഹൈറ്റ് വെച്ചിട്ട് വേണം നമ്മളിത് ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ. അതിപ്പം ടിക് ബോംബ് എന്നല്ല, ഇപ്പം നമ്മൾ ഇവർക്ക് യൂസ് ചെയ്യുന്ന പെർഫ്യൂംസ് ആണെങ്കിലും അതേപോലെ ക്ലെൻസിങ് മിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇവരുടെ ഈ ഒരു ഫേസ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. കണ്ണിൻ്റെ ഈ ഒരു ഏരിയയും ഈ മൂക്കിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് ബോഡിയിൽ നമ്മൾ ഇത്ര ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത്. പിന്നെ ഇതെല്ലാം നാച്ചുറലും അതേപോലെ ഓർഗാനിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഇവർ ലിക്ക് ചെയ്താലൊന്നും അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഹലോ, എവിടെ പോവാണ്? അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് ആണ് ഹാപ്പി പപ്പിന്ന് ബോ ആൻഡ് ആരോയ്ക്ക് വന്നത്. ഒരു ക്യൂട്ട് പപ്പിയുടെ ഫേസൊക്കെ വരുന്ന നല്ലൊരു ക്യൂട്ട് ബാഗാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഈ ബാഗിൻ്റെ അകത്തേക്ക് തന്നെ വെക്കാം. കുറേ സപ്ലിമെൻറ്റ്സ് ഉണ്ടല്ലോ ബോയ്ക്കും ആരോയ്ക്കും. ഇതൊക്കെ നാളെ തൊട്ട് ട്രൈ ചെയ്യണ്ടേ നമുക്ക്? ഈ സപ്ലിമെൻറ്റ്സ് എല്ലാം ഇതെല്ലാം നമുക്ക് ട്രൈ ചെയ്യണ്ടേ? ഞാൻ എല്ലാ പ്രോഡക്റ്റ്സും ഈ ബാഗിൻ്റെ അകത്ത് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാനൊക്കെ പറ്റും. ബുബു, അപ്പോൾ നമുക്ക് സൈൻ ഓഫ് ചെയ്യാം. അപ്പോൾ ബോ സൈൻ ഓഫ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഞ്ജന സൈനിങ് ഓഫ്. ടാറ്റാ. ബുബു.